ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളിയും അതിലേക്കുള്ള വഴിയും റോമാലേഖനം 6-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ കൂടി വെളിപ്പെടുത്തുന്നത് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നവർ നീതിക്ക് ദാസന്മാരായിരുന്നുവെന്നും നേരത്തെ അവരുടെ അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കിയിരുന്നത് പോലെ ഇനിയും അവരുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കും അടിമകളാക്കി സമർപ്പിക്കുവിൻ എന്നും ഓർമ്മിപ്പിക്കുന്നു. പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ ഉണ്ടായ ഫലം ഇപ്പോൾ അവർക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ അവർക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് പകരം ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരുന്ന വിശുദ്ധീകരണവും നിത്യജീവനും പ്രാപിക്കുന്നതിലേക്ക് വേദഭാഗം നമ്മെ നയിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത്. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.